അവർ തന്നെ ഡിസ്കഷനിൽ എടുക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം പൊളിറ്റിക്കലി കറക്റ്റ് ആവുക എന്ന് വെച്ചാൽ ഒരു കഥാപാത്രം പൊളിറ്റിക്കലി റോങ് ആകുക എന്നല്ല. പക്ഷെ അത് ടോട്ടാലിറ്റിയിൽ ആ സിനിമ അത് എവിടെയാണ് കൊണ്ടെത്തിക്കുന്നത്, ആ സിനിമ അവസാനം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് എന്താണ് അതിൽ നിന്ന് കിട്ടുന്നത് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആനിമൽ എന്ന് പറയുന്ന ഒരു സിനിമ പൊളിറ്റിക്കലി കറക്റ്റ് ആണോ അല്ലയോ എന്ന് പറഞ്ഞ് 100% ഡിസ്കഷനാണ്. പക്ഷേ സിനിമയുടെ പേര് ആനിമൽ എന്നാണ്. സിനിമ ഈസ് നോട്ട് സേയിങ് അവരൊരു എന്താ പറയുക സ്നേഹസമ്പന്നൻ്റെ കഥ എന്നല്ല, അല്ലെങ്കിൽ ഒരു ഉത്തമ പുരുഷൻ്റെ കഥ എന്നല്ല. ആനിമലിനെ കുറിച്ചാണ് സിനിമ. അപ്പോൾ അങ്ങനെ ഒരു സിനിമയ്ക്ക് അത്രയും ആവാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അയാൾ ആനിമലിലാണ്. മനുഷ്യൻ്റെ മനസ്സിലെ ഇൻസ്റ്റിങ്സ് ഇതിന്നും ആനിമൽ ഇൻസ്റ്റിങ്സ് ഇതൊന്നും കൂടുതലുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്ന് വെച്ചാൽ മനുഷ്യൻ ശരിക്കും അങ്ങനെ സൊഫിസ്റ്റിക്കേറ്റഡ് ഒന്നും അല്ല. നമ്മളുടെ ഏറ്റവും സ്വകാര്യതയിൽ നമുക്ക് തന്നെ നമ്മളെ അറിയാം. നമുക്ക് എത്രത്തോളം ഭ്രാന്തുകൾ അല്ലെങ്കിൽ പിന്നെ വിയേർഡായിട്ടുള്ള ചിന്തകളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മളത് പലപ്പോഴും മൂടി മറച്ചും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും നടക്കുന്നത്. പക്ഷെ നമ്മളങ്ങനെ പേഴ്സണലി അത്ര നല്ലവരൊന്നും അല്ല, ആണായാലും പെണ്ണായാലും. അപ്പോൾ അതുകൊണ്ട് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ച് എനിക്കിപ്പോഴും ഒരു ഉത്തരം ഇല്ല. ഞാനതൊരു ഡിസ്കഷനായിട്ട് ആൾക്കാരോട്, അറിവുള്ളവരോട്, അല്ലെങ്കിൽ സീനിയേഴ്സ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സിനോട് കാണുമ്പോൾ ഇപ്പോഴും ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ ഡയലോഗ്. അപ്പോൾ അതൊരു ഫിലിം മേക്കറിൻ്റെ വിഷൻ മാത്രമാണ്. സിനിമ അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് എ ഡയറക്ടേഴ്സ് വിഷൻ. ആക്ടേഴ്സിന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല എന്നുള്ള ഗതികേട് നമ്മൾ ചില സമയത്ത് നമ്മൾ അനുഭവിക്കേണ്ടിയും വരും.